ഹലോ എവ്രി വൺ, എൻ്റെ പേര് നന്ദന രഘുനാഥ്. ഇതെൻ്റെ പുതിയ യൂട്യൂബ് ചാനലാണ് കേട്ടോ, ഫാർമ ഇൻസൈറ്റ്സ്. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഫാർമസിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള യൂട്യൂബ് ചാനലാണിത്. നമുക്കറിയാം, ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് എക്സാം ആയിക്കോട്ടെ, സ്റ്റേറ്റ് ഗവൺമെൻറ് എക്സാം ആയിക്കോട്ടെ, ഒത്തിരി എക്സാംസ് വരുന്നുണ്ടല്ലേ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. എയിംസ് ഉണ്ട്, RRB ഉണ്ട്, ESIC ഉണ്ട്, IMS. ഇപ്പോൾ റീസെൻ്റായിട്ട് കേരള PSCയുടെ LSGD എക്സാമിൻ്റെ നോട്ടിഫിക്കേഷനും വന്നിട്ടുണ്ട്, ഡേറ്റും വന്നിട്ടുണ്ട്, November 27 അല്ലേ. ഞാൻ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ഈ എക്സാമൊക്കെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ വലിയൊരു പിന്തുണ നൽകാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. എൻ്റെ പേഴ്സണൽ സ്റ്റോറി, ഞാൻ എങ്ങനെയാണ് സെൻട്രൽ ഗവൺമെൻറ് എക്സാം ഈസിയായി ക്രാക്ക് ചെയ്ത് നല്ലൊരു ഉയർന്ന റാങ്ക് സെക്യൂർ ചെയ്തതെന്ന് പറയുന്നതാണ്. ഈ ചാനലിലൂടെ തന്നെ എൻ്റെ പേഴ്സണൽ സ്റ്റോറി ഞാൻ പിന്നീട് ഷെയർ ചെയ്യാം. ഇപ്പോൾ നമുക്ക് LSGD എക്സാമിൻ്റെ കുറിച്ചിട്ട് വേണ്ടിയിട്ട് കുറച്ച് MCQs ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്കറിയാം, ഒരു എക്സാമിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ നന്നായി പഠിക്കണം. അതിൻ്റെ ഒപ്പം തന്നെ നിൽക്കുന്ന ഒന്നാണ് നമ്മൾ പ്രീവിയസ് ഇയർ MCQs ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ട്രൈ ചെയ്ത് നോക്കുക എന്നുള്ളത്. കാരണം നമുക്ക് ഏതാണ് അതിൻ്റെ മെയിൻ പോയിന്റുകൾ, ഏത് സ്ഥലത്തു നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ടും നമുക്ക് ഡിഫറെൻറ്റ് MCQs അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ കൂടുതൽ നോളേജ് അതിനെക്കുറിച്ച് കിട്ടുകയും ചെയ്യുന്നുണ്ട് അല്ലേ. സോ നമുക്ക് LSGD എക്സാമിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് കുറച്ച് MCQs ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് തരാം. അപ്പോൾ നിങ്ങൾക്കത് നോക്കുന്നതിലൂടെ ഈസി ആയിട്ട് നല്ലൊരു റാങ്ക് മേടിക്കാൻ വേണ്ടിയിട്ട്, നമുക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യുന്നതിനൊപ്പം തന്നെ ഒരു റാങ്ക് മേടിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിക്കും. നമുക്ക് ഈ ചാനൽ അതിനുശേഷം നമുക്ക് പോർഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് അതിൽ കൂടുതൽ ചാൻസ് ഏതൊക്കെ സ്ഥലത്തു നിന്ന് ചോദിക്കാനാണ് കൂടുതൽ ചാൻസ് എന്നും അതിൻ്റെ MCQs ഒക്കെ നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തുക. ഓക്കെ, സോ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. സോ നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. സോ ഫസ്റ്റ് ക്വസ്റ്റിലേക്ക് നമുക്ക് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹോർമോൺസ് ഇൻഹിബിറ്റ് ദ സെക്രീഷൻസ് ഓഫ് ഇൻസുലിൻ, ഗ്ലൂക്കഗോൺ, ഗ്രോത്ത് ഹോർമോൺസ് അല്ലേ. നമ്മളൊരു ക്വസ്റ്റ്യൻ ആദ്യം തന്നെ ഞാൻ പറയട്ടെ. നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുമ്പോൾ അതിനുശേഷം നമ്മളതിലേക്ക് 2 തവണയെങ്കിലും നമ്മളൊരു ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് വായിച്ച് നോക്കുക കേട്ടോ. അപ്പോഴാണ് നമുക്ക് ആ ക്വസ്റ്റ്യൻ്റെ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹോർമോൺസ് ഇൻഹിബിറ്റ് ദ സെക്രീഷൻ ഓഫ് ഇൻസുലിൻ, അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. സോ ഇവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യം ഇൻഹിബിറ്റ് എന്നുള്ള പോയിന്റ് കണ്ടോ. ഇൻഹിബിറ്റ്, അതായത് ഏതാണ് ഇൻഹിബിറ്റ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. അത് മനസ്സിലാക്കി വയ്ക്കാം. എന്തിൻ്റെ സെക്രീഷൻ? ഇൻസുലിൻ്റെ സെക്രീഷൻ, ഗ്ലൂക്കഗോൺ ആൻഡ് ഗ്രോത്ത് ഹോർമോണിൻ്റെ സെക്രീഷൻ. ഓപ്ഷൻസ് ഏതൊക്കെയാണ്? സൊമാറ്റോസ്റ്റാറ്റിൻ, തൈറോക്സിൻ, മെലാറ്റോണിൻ, സെറോട്ടോണിൻ അല്ലേ. നമുക്കിതിൻ്റെ ഉത്തരം നമുക്കറിയാം. ഏതാണ് സൊമാറ്റോസ്റ്റാറ്റിൻ അല്ലേ. അതെങ്ങനെയാണ്? അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ പറയുമ്പോൾ കുറച്ച് കാര്യം കൊണ്ട് ഞാൻ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലാട്ടോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു MCQ പഠിക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളോട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അത് കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് നല്ലൊരു റാങ്ക് സ്കോർ ചെയ്യാൻ വേണ്ടി അതുകൊണ്ട് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതായിരിക്കും. സോ നമുക്കിവിടെ മനസ്സിലാക്കേണ്ട പാങ്ക്രിയാസിൽ നിന്ന് വരുന്ന ഒരു ഹോർമോണാണ് ഈ പറഞ്ഞ സൊമാറ്റോസ്റ്റാറ്റിൻ എന്ന് പറയുന്നത്. പാങ്ക്രിയാസിന് കുറേ സെൽസ് ഉണ്ട് അല്ലേ. ഏതൊക്കെ സെൽസ് ഉണ്ട്? ഒന്നാമത്തെ സെൽസാണ് ആൽഫ സെൽസ്. ആൽഫ സെൽസിൽ നിന്ന് ഏത് ഹോർമോൺസാണ് സെക്രീറ്റ് ചെയ്യുന്നത്? ദാറ്റ് ഈസ് ഗ്ലൂക്കഗോൺ ആണ് നമുക്ക് ആൽഫ സെൽസ് സെക്രീറ്റ് ചെയ്യുന്നത്, മനസ്സിലാക്കി വയ്ക്കാം. നെക്സ്റ്റ് സെൽസാണ് ബീറ്റാ സെൽസ്. ബീറ്റാ സെൽസിൽ നിന്നാണ് ഏത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഇൻസുലിൻ പ്രൊഡ്യൂസ് ഫ്രം ബീറ്റാ സെൽസ് അല്ലേ. നെക്സ്റ്റ് ആണ് ഡെൽറ്റ സെൽസ് നമ്മൾ പറയും. ഡെൽറ്റ സെൽസിൽ നിന്നാണ് ഈ പറഞ്ഞ സൊമാറ്റോസ്റ്റാറ്റിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സൊമാറ്റോസ്റ്റാറ്റിൻ ഡെൽറ്റ സെൽസിൽ നിന്ന് വരുന്നതാണ് കേട്ടോ. നെക്സ്റ്റ് ഒരു പാങ്ക്രിയാറ്റിക് പോളിപെപ്റ്റൈഡ് എന്ന് പറയുന്ന സംഭവമുണ്ട്. സോ അത് നമ്മളൊരു ഡൈജഷൻ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതാണ്. സോ ഇത് നമ്മൾ മനസ്സിലാക്കി വയ്ക്കുക. ഡെൽറ്റ സെൽസിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് സൊമാറ്റോസ്റ്റാറ്റിൻസ്. ഈ സൊമാറ്റോസ്റ്റാറ്റിൻ ആരുടെയൊക്കെ സെക്രീഷനെ ഇൻഹിബിറ്റ് ചെയ്യും? ഈ പറഞ്ഞ ഗ്ലൂക്കോഗോണിൻ്റെ സെക്രീഷനും അതുപോലെ തന്നെ ഇൻസുലിൻ്റെ സെക്രീഷനെയും ഇത് ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഗ്ലൂക്കോഗോൺ നമ്മുടെ ബോഡിയിൽ ബ്ലഡ് ഷുഗർ ലെവൽ കൂട്ടാൻ വേണ്ടി സഹായിക്കുന്ന ഹോർമോണാണ്. ഇൻസുലിൻ എന്ന് പറയുന്ന ബ്ലഡ് ഷുഗർ ലെവൽ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്ന ഹോർമോണാണ്. ഇതിന് രണ്ടിനെയും ഇൻഹിബിറ്റ് ചെയ്യുന്ന പർപ്പസാണ് സൊമാറ്റോസ്റ്റാറ്റിന് ഉള്ളത്. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഇത്തരം പോയിന്റുകൾ കിട്ടിയല്ലോ. രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ വീണ്ടും പറയുന്നത്, സൊമാറ്റോസ്റ്റാറ്റിൻ്റെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ പറഞ്ഞു ഇവിടെ ഗ്രോത്ത് ഹോർമോൺ ഇൻഹിബിറ്ററി ഹോർമോൺസ് ആണ് സൊമാറ്റോസ്റ്റാറ്റിൻ എന്ന് പറയുന്നത്. ഗ്രോത്ത് ഹോർമോൺ ഇൻഹിബിറ്ററി ഹോർമോണാണ് സൊമാറ്റോസ്റ്റാറ്റിൻസ് അല്ലേ. അതായത് നമ്മുടെ ബോഡിയിൽ ഗ്രോത്ത് ഹോർമോണിൻ്റെ ലെവൽ കുറയ്ക്കുന്ന ആളാണ് ആര്? സൊമാറ്റോസ്റ്റാറ്റിൻ എന്ന് പറയുന്നത്. സോ ഗ്രോത്ത് ഹോർമോൺ ഇവിടെ ഒരു സെൻട്രൽ ഗവൺമെൻറ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ പറയുമ്പോൾ ഗ്രോത്ത് ഹോർമോൺ ഇത് ഞാൻ ചോദിച്ച് കണ്ടിട്ടുണ്ട് കേട്ടോ. ഗ്രോത്ത് ഹോർമോൺ ലെവൽ നമ്മുടെ ബോഡിയിൽ കൂടുന്ന 2 മെയിൻ ഡിസീസാണ്. ഒന്ന് അക്രോമെഗലി. ഓക്കെ, അക്രോമെഗലി എന്ന് പറയും. ഇത് നമ്മൾ ഈ പറഞ്ഞ പോലെ അഡൽറ്റിനാണ് ഈ അക്രോമെഗലി എന്ന് പറയുന്നത്, അഡൽറ്റിന്. ഓക്കെ,
സെക്കൻഡ് വൺ ആണ് ജൈജാൻറ്റിസം എന്ന് നമ്മൾ പറയും അല്ലേ. ജൈജാൻറ്റിസം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻക്രീസ് ലെവൽസ് ഓഫ് ഗ്രോത്ത് ഇൻ ദ ബോഡി, ഗ്രോത്ത് ഹോർമോൺ ലെവൽ കൂടുന്ന ഒരു അവസ്ഥ. ഓക്കെ, സോ അത് നമ്മൾ കുട്ടികൾ ആരില്ല, ചൈൽഡിൽ. സോ ചൈൽഡിൽ ഗ്രോത്ത് ലെവൽ കൂടുന്ന ഒരു അവസ്ഥ ജൈജാൻറ്റിസും, അക്രോമഗലി അഡൽറ്റിലും. സോ ഈ രണ്ട് കേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രീറ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും, സൊമാറ്റോസ്റ്റാറ്റിൻ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അതോടൊന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, സോ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. സോ ഇതിൻ്റെ ആൻസർ ഏതാണ്, നമുക്കറിയാം സൊമാറ്റോസ്റ്റാറ്റിൻ. സൊമാറ്റോസ്റ്റാറ്റിൻ ആണ് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത് എ. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. പൈലോകാർപ്പിൻ ഈസ് എൻ ആൽക്കലോയിഡ് കണ്ടെയ്നിങ്. ഏത് റിംഗ് ആണ് പൈലോകാർപ്പിനിൽ നിന്നാണ് ചോദിച്ചേക്കുന്നത്. പൈറസോൾ റിംഗ്, ഇമിഡസോൾ റിംഗ്, ഓക്സസോൾ ആൻഡ് പൈറോൾ. ഇതിൽ ഏതാണ് ആൻസർ, നമുക്കറിയാം ഇറ്റ് ഈസ് ഇമിഡസോൾ റിംഗ്. സോ നമ്മളൊരു ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. പൈലോകാർപ്പിൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത് ഇറ്റ് ഈസ് എൻ മയോട്ടിക് അല്ലേ, മയോട്ടിക് ആയിട്ട് യൂസ് ചെയ്യുന്ന മയോട്ടിക്സിൽ വരുന്ന ഒരു ഡ്രഗാണിത്. ഇറ്റ് ഈസ് കൊളിനർജിക് ആയിട്ടുള്ള എന്താണ്, കൊളിനർജിക് ആയിട്ടുള്ള ഒരു ആൽക്കലോയിഡാണ് ഈ പറഞ്ഞ പൈലോകാർപ്പിൻ എന്ന് പറയുന്നത്. ആൽക്കലോയിഡാണ്. അതിൻ്റെ ഡോസ് എന്ന് ഓർത്ത് വയ്ക്കുക, 0.5 to 4% ആണ് യൂസ് ചെയ്യുന്നത് നമ്മൾ ഫോർ ദ ട്രീറ്റ്മെൻറ്റ്സ് ഓഫ് ഏത് ടൈപ്പ് ഓഫ് ഗ്ലൂക്കോമയിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. സോ അതൊന്ന് ഓർത്ത് വയ്ക്കുക. അതിൻ്റെ റിംഗ് സ്ട്രക്ചർ ചോദിച്ചാൽ നമ്മൾ എല്ലാ ഡ്രഗ്സിൻ്റെയും സ്ട്രക്ചർ പഠിക്കണമെന്ന് ഞാൻ പറയില്ല. പക്ഷേ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ നോക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പിന്നീട് നോക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡ്രഗ്സിൻ്റെയൊക്കെ സ്ട്രക്ചർ പഠിച്ചിട്ട് പോകാൻ പറ്റുമെങ്കിൽ ദാറ്റ് ഈസ് ബെറ്റർ. അത് നമുക്ക് നല്ലൊരു കാര്യമായിരിക്കും കേട്ടോ. പഠിച്ചിട്ട് പോകാൻ പറ്റുവാണെങ്കിൽ നമ്മൾ അന്ന് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ മാർക്ക് നമുക്ക് കളയേണ്ട ആവശ്യം വരുന്നേ ഇല്ല. ഓക്കെ, സോ നമ്മളത് ഓർത്ത് വയ്ക്കുക ഏതൊക്കെയാണെന്നുള്ളത്. നമ്മൾ ഈ പൈലോകാർപ്പിൻ്റെയൊക്കെ സ്ട്രക്ചർ നമ്മൾ പഠിക്കുമ്പോൾ ഓക്കെ ഓർത്ത് വയ്ക്കുക കേട്ടോ. ഇവിടെ ഡബിൾ ബോണ്ട് ഓയോ ഉണ്ട്, ഇവിടെ C2H5 ഉണ്ട്, C2H5. ഓക്കെ, സോ ഇവിടെ ഏത് റിംഗ് ആണ് വരിക, ഇറ്റ് ഈസ് ഇമിഡസോൾ റിംഗ് ആണ് വരിക. സോ നമ്മളത് ഓർത്ത് വയ്ക്കുക ഏത് റിംഗ് ആണ് പൈലോകാർപ്പിൻ്റെ റിംഗ് എന്നുള്ള കാര്യങ്ങളും ഒക്കെ നമ്മൾ ജസ്റ്റ് നോട്ട് ചെയ്ത് വയ്ക്കാം. ഓക്കെ, സോ അത് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റൻ എന്ന് പറയുമ്പോൾ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് ആർ ഇൻവോൾവ് ഇൻ. ഏത് മെറ്റബോളിസത്തിലാണ് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് ഉള്ളതെന്ന് ചോദിച്ചേക്കുന്നത്. സോഡിയം മെറ്റബോളിസം, പൊട്ടാഷ്യം മെറ്റബോളിസം, ഫാറ്റ് മെറ്റബോളിസം, ഫ്ലൂയിഡ് ബാലൻസ്. ഏതാണ് ആൻസർ, ആൻസർ ഇറ്റ് ഈസ് ഫാറ്റ് മെറ്റബോളിസം. ഫാറ്റ് മെറ്റബോളിസം സി ആണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, സോ ഇവിടെ നമ്മൾ നോക്കേണ്ട കുറച്ച് കാര്യങ്ങളോട് ഞാൻ പറഞ്ഞുതരാം. ഒരു സെൻട്രൽ ഗവൺമെൻറ് ലെവൽ എക്സാമിന് ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ കേട്ടോ. സോ അത് ഒന്നാമത്തെ കാര്യം, ഇത് നമുക്കറിയാം ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് ആയിക്കോട്ടെ, കോർട്ടിക്കോസ്റ്റെറോയിഡ്സ് ആയിക്കോട്ടെ, ദേ ആർ റിലീസ്ഡ് ഫ്രം അഡ്രിനൽ കോർട്ടെക്സ് അല്ലെ, അഡ്രിനൽ കോർട്ടെക്സ് റിലീസ് ചെയ്യുന്നത്. സോ അവിടെ കുറച്ച് അതിൻ്റെ ലേയേഴ്സൊക്കെ ഒന്ന് മനസ്സിലാക്കുക. അതായത് ഒന്നാമത്തെ സോണ മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. സോണ ഗ്ലോമറുലോസ എന്ന് നമ്മൾ ആദ്യം പറയും, സോണ ഗ്ലോമറുലോസ. രണ്ടാമത്തെ ലെയറാണ് സോണ ഏത്, സോണ ഫാസിക്കുലേറ്റ. സോണ ഫാസിക്കുലേറ്റ എന്ന് പറയുന്ന ലെയർ വരുന്നുണ്ട്, ഫാസിക്കുലേറ്റ. മൂന്നാമത്തെ ലെയറാണ് സോണ റെറ്റിക്കുലാരിസ്. റെറ്റിക്കുലാരിസ് എന്ന് പറയുന്ന ലെയറും വരുന്നുണ്ട്. ഓക്കെ, സോണ റെറ്റിക്കുലാരിസ് എന്നാണ് നമുക്ക് എന്ത് ഫോം ചെയ്യുന്നത്, ആൻഡ്രജൻസ്. ആൻഡ്രജൻ പ്രൊഡ്യൂസ് ഫ്രം സോണ റെറ്റിക്കുലാരിസ്. പിന്നെയുള്ളത് ഈ രണ്ട് ലെയറാണ് അല്ലേ. ഗ്ലോമറുലേസിനാണ് മിനറലോ കോർട്ടിക്കോയിഡ്സ് ഫോം ചെയ്യുന്നത്, ഫാസിക്കുലേറ്റിനാണ് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് ഫോം ചെയ്യുന്നത്. അതൊന്നും കാരണം ഇത് ഞാൻ ചോദിച്ചു കണ്ടിട്ടുണ്ട്, മിനറൽ കോർട്ടിക്കോയിഡ്സ് ഏത് ലെയറിൽ നിന്നാണ് ഫോം ചെയ്യുന്നതെന്ന്, അല്ലെങ്കിൽ ഇത് ലെയർ തിരിച്ച് ചോദിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ എക്സാമിന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇതിൽ ഓർത്തൊക്കെ എളുപ്പമുണ്ട്. ഗ്ലോമറുലെസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പാർട്ട് ഓഫ് കിഡ്നി. കിഡ്നിയുടെ നെഫ്രോണിൻ്റെ ഒരു പാർട്ടാണ് ഗ്ലോമറുലെസ്. കിഡ്നിയുടെ ഫംഗ്ഷൻ എന്താണ്, നമ്മൾ അരിച്ചെടുക്കുക അല്ലേ, അത് ഫംഗ്ഷനുള്ളത്. സോ നമ്മൾ മിനറൽസ് ആണ് നമ്മൾ അരിച്ചെടുക്കുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് മിനറലോ കോർട്ടിക്കോയിഡ്സ് പ്രൊഡ്യൂസ് ഫ്രം ദി ഗ്ലോമറുലെസ് എന്ന് ഓർത്ത് വയ്ക്കുക. ബാക്കി രണ്ട് നമുക്ക് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് അറിയാം. റെറ്റിക്കുലാരിസ് നമുക്ക് ആൻഡ്രജൻസ് ആണ് ഫോം ചെയ്യുന്നത്. സോ അതിൻ്റെ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സിൻ്റെ മെയിൻ ഫംഗ്ഷൻ ഇപ്പോൾ നോക്കൂ, സോഡിയം മെറ്റബോളിസം, പൊട്ടാഷ്യം മെറ്റബോളിസം, ഫ്ലൂയിഡ് ബാലൻസ്, ഇതൊക്കെ മിനറലോ കോർട്ടിക്കോയിഡ്സിൻ്റെ ഒരു ഫംഗ്ഷനാണ് അല്ലേ. അതുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഫാറ്റാണ് നമ്മൾ ഈ പറഞ്ഞ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കുഷിംഗ് സിൻഡ്രോം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അതൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക. ഓക്കെ, സോ നമുക്ക് അതാണ് ഈ പറയുന്ന ഈ 3 ക്വസ്റ്റ്യൻസ് നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട് അല്ലേ.